ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അസാപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങളും പുതിയതായിട്ട് വന്ന് ചേർന്നിട്ടുള്ള ഷിപ്പുകളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പുതുതായി വന്നു ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ ഈ കപ്പൽ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വകയായ ഡെയ്ല എന്ന കപ്പൽ കേരളത്തിൽ ഓണസമ്മാനവുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ചില ആളുകൾ പറയുകയുണ്ടായി, വിഴിഞ്ഞം സീപോർട്ടിൽ കപ്പലുകളൊന്നും വരില്ല, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മന്ദഗതിയിലാണ് പോകുന്നത്, കപ്പലുകൾ വരില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചടി എന്നോണമാണ് ഏറ്റവും വലിയ കപ്പലായ ഡെയ്ല വിഴിഞ്ഞം തീരത്ത് അടുത്തത്. ഈ മദർഷിപ്പ് 13,988 കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ കഴിയുന്ന 366 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമുള്ള ഏറ്റവും വലിയ കപ്പലാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ അടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സെൻറ്റ് ഫെർണാണ്ടോ ഷിപ്പിന് 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമാണ് ഉണ്ടായിരുന്നത്. അതിനേക്കാളും 66 മീറ്റർ നീളവും 13 മീറ്റർ കൂടുതലുള്ള ഒരു ഷിപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത് വരാൻ പോകുന്ന കപ്പൽ ADU-5 എന്ന കപ്പലാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഈ ഇറക്കി വച്ചിരിക്കുന്ന കണ്ടെയ്നറുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ തന്നെ 2 കപ്പലും കൂടെ വരുന്നുണ്ട്. ADU-5ന് 294 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമാണുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡെയ്ല 11/8/2024 ആഫ്രിക്കയിലെ രാജ്യമായ ടോഗോയിലെ ലോം എന്ന പോർട്ടിൽ നിന്നാണ് 11/8/2024 മുംബൈയിലോട്ട് തിരിച്ചത്. മുംബൈയിൽ എത്തിച്ചേർന്നതാകട്ടെ 28/8/2024 മുംബൈയിലെ നവശിവ പോർട്ടിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് 29/8/2024 രാത്രി 12:11 തിരിച്ച് 30/8/2024 വൈകുന്നേരം 6:35 പോർട്ടിലടുക്കുകയും ചെയ്തു. പോർട്ടിലടുത്ത ഷിപ്പിൽ നിന്നും രാത്രി 11 മണിയോടുകൂടി കണ്ടെയ്നറുകൾ കരയ്ക്ക് ഇറക്കി വയ്ക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 1500ഓളം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഇറക്കി വയ്ക്കുന്ന കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി 3 ഷിപ്പുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡെയ്ല എന്ന വലിയ ഷിപ്പ് നമ്മുടെ പോർട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്നും തിരിഞ്ഞ് നമ്മുടെ പോർട്ടിലെ ബെർത്തിലേക്ക് അടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാം. 3 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ വൈകുന്നേരം 6:35 നമ്മുടെ പോർട്ടിൽ അടുക്കുന്ന ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണാവുന്നതാണ്. അസാപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പോർട്ട് കമ്മീഷനാകാത്തത് കാരണം അസാപ്പിൻ്റെ പ്രവർത്തനങ്ങളും വളരെ പതുക്കെയാക്കിയിരിക്കുകയാണ്. കാരണം പഠിച്ചിറങ്ങുന്ന യുവക്കൾക്ക് ഇനി 1% പേർക്ക് ജോലി നൽകാനുണ്ട്. ബാക്കിയുള്ളവർക്ക് ജോലി നൽകിക്കഴിഞ്ഞു. ഇവർക്കും കൂടി ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം പോർട്ടിനകത്ത് ഒരുക്കി നൽകിയതിന് ശേഷമേ മറ്റു ഉദ്യോഗാർത്ഥികളെയും കൂടി അടുത്ത ട്രെയിനിങ്ങിലേക്ക് വിളിക്കാൻ സാധ്യതയുള്ളൂ. കാരണം പോർട്ട് കമ്മീഷൻ അല്ലാത്തത് കാരണം വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഇപ്പോൾ പോർട്ടിലേക്ക് ആവശ്യമായി വരുന്നുള്ളൂ. അതായത് ക്രെയിൻ ഓപ്പറേറ്റർ, ട്രക്ക് ഡ്രൈവർമാർ, ലാഷർ ജോലിക്കാരെയും പിന്നെ പോർട്ട് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് ആൾക്കാരുടെയും മാത്രമാണ് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. അതിനുള്ള ഏകദേശം ആൾക്കാരൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി ലാഷറിലെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇനി പുറത്ത് നിൽക്കുന്നത്. അവരെയും കൂടി ഷിപ്പുകൾ വരുന്ന മുറയ്ക്കാണ് അവരെയും കൂടെ ഇതിനകത്ത് ജോലിക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുമാത്രമല്ല, നമുക്ക് ഈ ഷിപ്പ് കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ പോർട്ടിന് പുറത്തോട്ട് പോകുന്ന മുറയ്ക്കായിരിക്കും ഇനി ധാരാളം
ഒഴിവുകൾ വരാൻ സാധ്യതയുള്ളത്. കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് പോർട്ടിന് പുറത്തായി അതിൻ്റെ സ്കാനറും മറ്റു കാര്യങ്ങളും ഫ്രാൻസിൽ നിന്നും എത്തേണ്ടിയിരിക്കുന്നു. ഈ സ്കാനർ വന്നാൽ മാത്രമേ പോർട്ടിന് പുറത്തേക്ക് കണ്ടെയ്നറുകൾ പോവുകയുള്ളൂ, പുറത്തോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടി ആയാൽ മാത്രമേ പോർട്ടിനകത്തുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലികൾ കൂടുതൽ ലഭിക്കുകയുള്ളൂ. പോർട്ടിൻ്റെ പുറത്ത് കണ്ടെയ്നറുകൾ പോകുന്ന ആ സമയത്തായിരിക്കും പോർട്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കൂടുതലായി നമുക്ക് ആവശ്യം വരുന്നത്. അതുപോലുള്ള ജോലികളെല്ലാം ഇപ്പോൾ നിലവിൽ നടക്കുന്നില്ല. നിലവിൽ അസാപ്പ് വിളിക്കുന്നില്ല. പോർട്ട് പൂർണ്ണമായും കമ്മീഷൻ ആയാൽ മാത്രമേ ഇത്തരം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.